സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിനെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. ആഭ്യന്തര വകുപ്പിനെ റിപ്പോർട്ടിൽ വെള്ളപൂശിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. റിപ്പോർട്ട് എഴുതിയത് ആരാണെന്നും പ്രതിനിധികൾ ചോദിക്കുന്നു. ആഭ്യന്തര വകുപ്പ് സർക്കാരിന് കളങ്കമാണെന്നും പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ആകുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പോലീസ് സർക്കാരിന്റെ ശോഭ കെടുത്തുന്നുവെന്നും വിമർശനം ഉയർന്നു. മൂന്നാം ഭരണത്തിന് വിഘാതമാകുന്നത് പോലീസ് ഭരണമാണെന്നും മൂന്നാമതും തുടർഭരണം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ പോലീസ് ഭരണമായിരിക്കുമെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. UDFന്റെയും BJPയുടെയും താൽപര്യം സംരക്ഷിക്കുന്നവർ പോലീസിൽ ഉണ്ട്. IPS മുതൽ താഴെത്തട്ട് വരെ അത്തരം ഉദ്യോഗസ്ഥർ ഉണ്ട്. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. പോലീസ് ചെയ്യുന്നത് നാട്ടുകാർ കാണുന്നുണ്ടെന്നും എന്നിട്ടും ആഭ്യന്തര വകുപ്പിനെ വെള്ളപൂശി എന്നുമായിരുന്നു വിമർശനം. എന്തിനാണ് പോലീസിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്നും പ്രതിനിധികൾ ചോദിക്കുന്നു. മലപ്പുറം, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പോലീസിനെ വെള്ളപൂശിയ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പ്രതിനിധികൾ ചർച്ചയിൽ വിമർശനം ഉയർന്നു. പഴയതുപോലെ വേറിട്ട ശബ്ദമാകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. നേതൃത്വത്തിൽ മുഴുവൻ പ്രായം ചെന്നവരാണ്. അവർക്ക് പാർട്ടി വളർത്താൻ കഴിയുന്നില്ലെന്നും പുതിയ ആളുകളെ നേതൃത്വത്തിൽ എത്തിക്കാത്തത് വീഴ്ചയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. തെറ്റുകൾ കണ്ടാൽ അതിനെതിരെ സംസാരിച്ചിരുന്ന നേതൃത്വം CPIക്ക് ഉണ്ടായിരുന്നുവെന്നും വെളിയവും ചന്ദ്രപ്പനും നയിച്ച പാർട്ടിയാണിതെന്നും ബിനോയ് വിശ്വം അത് ഓർക്കണമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിലാണ് പ്രതിനിധികൾ ബിനോയ് വിശ്വത്തെ കടന്നാക്രമിച്ചത്. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നു. ഫണ്ട് ചോദിച്ചു വാങ്ങണം, മന്ത്രിമാർക്ക് മാത്രമായി അതിന് സാധിക്കില്ല, നേതൃത്വം ഇടപെടണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും പ്രതിനിധികൾ രംഗത്തെത്തി. അയ്യപ്പ സംഗമവും ലോക കേരള സഭയും ഇടതുനയ വ്യതിയാനത്തിന്റെ ഭാഗമെന്നായിരുന്നു വിമർശനം. ആരാണ് ഈ പൗരപ്രമുഖരെന്ന ചോദ്യവും പ്രതിനിധികൾ ഉയർത്തി. പൗരപ്രമുഖരെ കാണുന്ന രീതി ഇടതുനയമല്ലെന്നും സമ്പന്ന വിഭാഗമാണ് പൗരപ്രമുഖർ എന്നും വിമർശനം ഉയർന്നു. പുതിയ കാലത്തെ ജന്മികളാണ് പൗരപ്രമുഖരെന്നും ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യേണ്ടത് സാധാരണക്കാരെയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു.